പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങവേ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗത്തിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു. ഇതിന് പിന്നാലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും മന്ത്രിസഭാ യോഗവും ചേരും. ജമ്മുകശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി NIA സംഘം ആക്രമണ രംഗം പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം കിട്ടിയെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അതൌല തരാർ പ്രതികരിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും പാകിസ്ഥാൻ തേടി. അതേസമയം അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാന്റെ പ്രകോപനവും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇന്ന് ഡൽഹിയിൽ ചേരുന്ന യോഗങ്ങൾ അതിനിർണായകമാണല്ലോ. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നൽകിയതാണ്. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. ഈ 36 മണിക്കൂറുകളിൽ തിരിച്ചടി ഭയക്കുന്ന പാകിസ്ഥാൻ ആ രഹസ്യാന്വേഷണ വിവരം കിട്ടിയിട്ടുണ്ട് എന്നും അറിയിക്കുകയാണ്. അപ്പോൾ തിരിച്ചടി വൈകില്ല എന്നുള്ള സൂചന തന്നെയല്ലേ ഇപ്പോഴും കിട്ടുന്നത്? തിരിച്ചടി വൈകില്ല എന്ന സൂചന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ ആ തീരുമാനം കൈക്കൊള്ളപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഒരു യോഗം പൂർത്തിയായിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട യോഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. അതൊരു യോഗം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗമാണ്. ആ യോഗം പൂർത്തിയായിരിക്കുന്നു. ഇനി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരും. അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഇങ്ങനെ 3 യോഗങ്ങളാണ് ചേരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗമാണ്. കാരണം ഏറ്റവും ക്ലോസ് ആയ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ തന്ത്രപ്രധാനമായ തീരുമാനത്തിലേക്ക് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇതിൽ സൈനിക നീക്കം ഉണ്ടാകും, ആ തീരുമാനം കൈക്കൊള്ളുമെന്ന രഹസ്യാന്വേഷണ വിവരം കിട്ടിയെന്നതാണ് പാകിസ്ഥാനും മുന്നോട്ട് വയ്ക്കുന്നത്. പാകിസ്ഥാൻ കടുത്ത ആശങ്കയിലാണ് ഇക്കാര്യത്തിൽ. എന്തായാലും ആ പ്രധാനപ്പെട്ട തീരുമാനം ഡൽഹിയിൽ നിന്നും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്ത്യ പലതരത്തിലുള്ള യുദ്ധസാധ്യതകൾ നീക്കിക്കൊണ്ട് പാകിസ്ഥാന് മേൽ സമ്മർദ്ദമുയർത്തുകയാണ്. അതുകൊണ്ട് ആ നീക്കം തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. കാരണം സംയുക്ത സേനാ മേധാവിക്കൊപ്പം 3 സേനകളുടെയും തലവന്മാരെ പ്രധാനമന്ത്രി കണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അങ്ങനെ നിലവിലെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിർത്തിയിൽ ഇനി നടത്താൻ പോകുന്ന സൈനിക നീക്കം എന്ന് സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനമാണ് കൈക്കൊള്ളപ്പെടുക. ഇന്ന് ചേരുന്ന യോഗം അല്പസമയത്തുള്ളിൽ തന്നെ യോഗം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ യോഗത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങളും ഇന്ത്യ സൈനിക നടപടി നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധതന്ത്രവും അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ യോഗങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോഴും തുടരുന്നത്. പാകിസ്ഥാനെതിരെ സമഗ്രമായ യുദ്ധതന്ത്രമാണ് ഇന്ത്യ ആവിഷ്കരിച്ചിരിക്കുന്നത്. സൈനിക നീക്കം ശക്തമാക്കുന്നതിനൊപ്പം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നയതന്ത്രവും സാമ്പത്തിക ഉപരോധവും ഇന്ത്യ നടപ്പിലാക്കി കഴിഞ്ഞു. സൈനിക നീക്കം ഒരു വശത്ത്, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്രം മറുവശത്ത്. ഇന്ത്യയുടെ യുദ്ധതന്ത്രം വ്യത്യസ്തമാണ്. സൈനിക നടപടിക്കൊപ്പം സൈനിക ശക്തി മെച്ചപ്പെടുത്താനുള്ള കരാറുകളിൽ ഏർപ്പെട്ട് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ശക്തമാക്കുക. പഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സൈനിക ശക്തികളായ അമേരിക്കയും ഇസ്രയേലും രംഗത്ത് വന്നിരുന്നു. പല പ്രധാന രാജ്യങ്ങളും വിദേശകാര്യമന്ത്രിയെ വിളിച്ച് പിന്തുണ അറിയിച്ചു. അന്താരാഷ്ട്ര നയതന്ത്രം ഫലപ്രദമായി പയറ്റിയ ഇന്ത്യ ഇക്കാര്യത്തിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞു. അടുത്തത് സാമ്പത്തിക ഉപരോധമാണ്. വ്യാപാര നിയന്ത്രണം പ്രഖ്യാപിച്ച ഇന്ത്യ പല പ്രധാനപ്പെട്ട വ്യാപാര കരാറുകളിൽ നിന്നും പിന്മാറി. സമൂഹ മാധ്യമങ്ങളിലും പാകിസ്ഥാന് മേൽ വലിയ നിയന്ത്രണം ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാക് അനുകൂല ചാനലുകൾക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും നിരോധനം ഏർപ്പെടുത്തി. സിന്ധു നദീജല കരാറിൽ നിന്നും പിന്നോട്ട് പോയതാണ് പാകിസ്ഥാന് ഏറ്റവും തിരിച്ചടിയായത്. പാകിസ്ഥാന്റെ പല മേഖലകളിലും ജലപ്രതിസന്ധി അനുഭവപ്പെട്ടു തുടങ്ങിയെന്നതാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, News 18.